പ്രസവത്തിനായി ഒരു സ്ത്രീയെ ലേബർ റൂമിൽ പ്രവേശിപ്പിക്കുന്നു. വേദന എന്ന ട്രോമയ്ക്കൊപ്പം അവർ അഭിമുഖീകരിക്കേണ്ടത് പരിചയമില്ലാത്ത കുറെ ആളുകളെ കൂടിയാണ്. ഇത് അനുഭവസ്ഥർ പറയുന്നതാണ് കേട്ടോ. ഇനിയുള്ള കാലം പ്രസവത്തിനായി ലേബർ റൂമിൽ ബന്ധുക്കളെ കൂടി ഒപ്പം കയറ്റാം. ഞാൻ പറഞ്ഞു വരുന്നത് ലേബർ സ്വീറ്റ് റൂമുകളെ കുറിച്ചാണ്. ദിയ കൃഷ്ണയുടെ പ്രസവത്തോടെ വൈറലായ പേരാണ് ലേബർ സ്വീറ്റ് റൂമുകൾ. എന്താണ് ലേബർ സ്വീറ്റ് റൂമുകൾ എന്ന് നമുക്ക് നോക്കാം. തങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊപ്പം, അത് ഭർത്താവോ അമ്മയോ അച്ഛനോ സഹോദരങ്ങളോ ആരുമാകട്ടെ, അവരുടെ ആശ്വാസ വാക്കുകൾക്കൊപ്പം ആ ആശ്വാസത്തിൽ അടുത്ത തലമുറയ്ക്ക് ജന്മം നൽകുക എന്ന കോൺസെപ്റ്റാണ് ലേബർ സ്വീറ്റ് റൂമുകളിലൂടെ ഒരുക്കുന്നത്. എന്താണ് ലേബർ സ്വീറ്റ് റൂമുകൾ എന്നും അതിന്റെ സൗകര്യങ്ങൾ എന്താണെന്നും വിശദമാക്കുകയാണ് വിദഗ്ധർ. ലേബർ സൂട്ട് എന്ന് ഉദ്ദേശിക്കുന്നത് പ്രഗ്നൻറ്റ് ലേഡിക്ക് പെയിനായിട്ട് കിടക്കുന്നതിന് റൂം, അതിനോട് ചേർന്ന് തന്നെ റിലേറ്റീവ്സിന്, ഹസ്ബൻഡ് അല്ലെങ്കിൽ അമ്മ, അവർക്കൊക്കെ അവരുടെ സൗകര്യത്തിന് ഒത്ത ഒരു റൂം, അതായത് അവർക്ക് കിടക്കാനും റിഫ്രഷ് ചെയ്യാനും അവർക്ക് ബാത്റൂം യൂസ് ചെയ്യാനുള്ള അങ്ങനെ ഒരു സെറ്റപ്പുള്ള റൂമാണ് ഈ ലേബർ സൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് റിലേറ്റീവ്സിന് വേഗം തന്നെ ഈ പ്രഗ്നൻറ്റ് ലേഡിയുടെ അടുത്ത് പോകാനും വരാനും, അവർക്ക് അഥവാ ഒഫീഷ്യൽ കാര്യങ്ങളുണ്ടെങ്കിൽ അത് ചെയ്യാനുള്ള സൗകര്യങ്ങൾ നമ്മൾ ആ ലേബർ സൂട്ടിലുണ്ടാകും. എക്സാമ്പിൾ, ഇപ്പോൾ ഒരു ഒഫീഷ്യൽ വർക്ക് കമ്പ്യൂട്ടർ കൂടെ ചെയ്യുന്ന ഹസ്ബൻഡാണെങ്കിൽ പുള്ളിക്ക് മാറിയിരുന്നത് ചെയ്യുകയും ചെയ്യാം, ഇടയ്ക്ക് വൈഫിനെ വന്ന് കാണുകയും ചെയ്യാം. ആ സമയം അമ്മയ്ക്ക് റീപ്ലേസ് ചെയ്യാം. ഒരാൾ തന്നെ കംപ്ലീറ്റ് അങ്ങനെ ഇരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ ആ റിലേറ്റീവ്സ് 1-2 പേരെയൊക്കെ നമ്മൾ പെർമിറ്റ് ചെയ്യാറുണ്ട് സാധാരണ രീതിയിൽ ലേബർ സൂട്ടിൽ. അതിനുള്ള ലേബർ സൂട്ടിൽ വേണമെങ്കിൽ ഡെലിവറിയുടെ സമയത്ത് ആ റൂമിൽ ഡെലിവറി നടക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ടാവും. അതല്ല ഡെലിവറി ഏരിയ എന്തായാലും ആ ഹോസ്പിറ്റലിൽ ഉണ്ടാവും. അവിടത്തേക്ക് വേണമെങ്കിൽ ടൈം ആകുമ്പോൾ മാറ്റുകയും ചെയ്യും. ഇതാണ് ലേബർ സൂട്ട്. പക്ഷേ ഇതിന് സ്പേസ് കൂടുതൽ വേണം. ഒരു ഹോസ്പിറ്റലിൽ 2 ലേബർ റൂമിൻ്റെ ഏരിയ ഒരു ലേബർ റൂമാക്കി മാറ്റേണ്ടി വരും. സ്പേസ് കൂടുതൽ വരും. അതുമാതിരി തന്നെ ചിലവും കൂടുതലായിരിക്കും. ബില്ല് വളരെ കൂടുതലായിരിക്കും. അങ്ങനെ അഫോർഡ് ചെയ്യാൻ പറ്റുന്നവരെ ഈ ലേബർ സൂട്ട് സെലക്ട് ചെയ്യാറുള്ളൂ. പ്രസവത്തിനെത്തുന്ന സ്ത്രീക്കൊപ്പം അവരുടെ ഭർത്താവോ ഏറ്റവും അടുത്ത ബന്ധുക്കളോ ഉണ്ടാകുന്നത് അവരുടെ സമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കില്ലേ? ഭർത്താവും രക്ഷകർത്താക്കളും എന്ന് WHO ലേബർ ഗൈഡിൽ അവർക്ക് അവരുടെ കൂടെ ആരെങ്കിലും, അവരുടെ റിലേറ്റീവ്സ് ആരെങ്കിലും, ഹസ്ബൻഡോ അല്ലെങ്കിൽ അമ്മയോ, അല്ലെങ്കിൽ അവർക്ക് വേണ്ട ഒരു സുഹൃത്താവാം, അങ്ങനെ അല്ലെങ്കിൽ സിസ്റ്ററാവാം, ആരെങ്കിലും ഒരാൾ അവർക്ക് കൂടെ ഇരിക്കുന്നത് സമ്മർദ്ദം കുറയാൻ സഹായിക്കുമെന്നും അതുവഴി സിസേറിയൻ്റെ റേറ്റ് കുറയുമെന്നൊക്കെയാണ് WHO ലേബർ കെയർ ഗൈഡ് പറയണത്. പക്ഷെ നമുക്ക് കുറേ ആൾക്കാർ ഒരുമിച്ച് അങ്ങനെ ലേബറിങ് പേഷ്യൻ്റെ അടുത്ത് നിർത്തുന്നത് ശരിയായ കാര്യമല്ല. ഹസ്ബൻഡിനോ അല്ലെങ്കിൽ അമ്മയ്ക്കോ ഇരിക്കാം. യൂഷ്വലി അങ്ങനെയാണ് ചെയ്യണത്. അല്ലാതെ ഒരു വീടിലെ മൊത്തം ആൾക്കാരെയും കയറ്റി ഇരുത്താറില്ല. ലേബർ സ്വീറ്റ് റൂമുകളിൽ എത്തുന്ന ബന്ധുക്കൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? എത്തരത്തിലാണ് അവർ ശുചിത്വ മാർഗങ്ങൾ സ്വീകരിക്കേണ്ടത്? സൂട്ട് റൂമിലുള്ള ബന്ധുക്കൾ എന്ന് ഞാൻ പറയുമ്പോൾ, നമ്മൾ ഒരു സമയം വേദനയായിട്ട് കിടക്കുന്ന കുട്ടിയെടുത്ത് ഒന്നീ ഭർത്താവോ അല്ലെങ്കിൽ ഹസ്ബൻഡോ അല്ലെങ്കിൽ അവരുടെ അമ്മയോ അല്ലെങ്കിൽ മദറിലോ ആരാണ് അവർക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള, പേഷ്യൻ്റ് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരാളെ ആയിരിക്കും ഇരുത്തുക. അവർക്ക് ഇപ്പോൾ സൂട്ട് റൂമിലാകുമ്പോൾ ബാക്കി റിലേറ്റീവ്സിന് അപ്പുറത്തെ റൂമിലിരിക്കാം. എന്നാലും അധികം റിലേറ്റീവ്സ് ഇരിക്കുന്നത് നല്ലതല്ല. കാരണം ഇവർക്ക് തന്നെ റെസ്പിറേറ്ററി ഇൻഫെക്ഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും എയർബോൺ ഇൻഫെക്ഷൻസ് ഉണ്ടെങ്കിൽ അവർ ഒന്നിൽ അവിടെ ആ റൂമിൽ ലേബർ സൂട്ടിൽ വരരുത്. ഈവൻ എന്നാൽ പോലും അവരൊരു മാസ്ക് ധരിക്കുന്നത് നല്ലതായിരിക്കും. കാരണം ഇപ്പോൾ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ, വൈറൽ ഇൻഫെക്ഷൻ കൂടുതലുണ്ടായതുകൊണ്ട് എയർബോൺ ഇൻഫെക്ഷൻസ് എങ്ങനെയായാലും ഗർഭിണിക്ക് കിട്ടും, അത് കുഞ്ഞിനും കിട്ടാനുള്ള സാധ്യത കൂടുതലുണ്ട്. ആ ഒരു കാര്യത്തിൽ അവർ നിഷ്കർഷത പാലിക്കേണ്ടതാണ്. ലേബർ സ്വീറ്റ് റൂമുകളിൽ ഭർത്താവിനെയോ മറ്റടുത്ത ബന്ധുക്കളെയോ നിർത്തിയാൽ അമ്മയ്ക്കും കുഞ്ഞിനും അണുബാധ ഏൽക്കുന്നതിനോ മറ്റോ സാധ്യതയുണ്ടോ? സൂട്ട് റൂമിൽ അണുബാധ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ടോ എന്ന് വെച്ചാൽ ഉണ്ടാകാം. പ്രൊവൈഡഡ് ആക്ച്വലി ഈ ഇരിക്കുന്ന ഹസ്ബൻഡിനോ അമ്മയ്ക്കോ അല്ലെങ്കിൽ അവരെന്തെങ്കിലും ഇൻഫെക്ഷൻ ക്യാരി ചെയ്യുന്നുണ്ടെങ്കിൽ, എക്സാമ്പിൾ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ, വെറുതെ ഒരു ജലദോഷമാണെന്ന് വളരെ നിസ്സാരമായിട്ട് കണക്കാക്കും. പക്ഷേ അതൊരു വൈറൽ ഇൻഫെക്ഷൻ ആയിരിക്കും. വൈറൽ ഇൻഫെക്ഷൻ വളരെ ധാരാളമായിട്ടുണ്ട്. ഇപ്പം അത് എയർബോൺ ആണ്. എയർബോൺ ഇപ്പം നമ്മൾ സംസാരിക്കുമ്പോഴോ കൂടെ ഇരുന്ന് ആശ്വാസ വാക്ക് പറയുമ്പോഴോ ഒക്കെ നമുക്ക് ആ അണുക്കളെ നമ്മളെ പുറത്തേക്ക് വിടുകയാണ്. അത് ഗർഭിണിക്ക് എന്തായാലും കിട്ടുകയും ചെയ്യും.
കുഞ്ഞിന് കിട്ടുന്നത് അമ്മയ്ക്ക് യൂഷ്വലി അത് നേരത്തെ ഉണ്ടായിരുന്നെങ്കിലാണ് കുഞ്ഞിന്, കാരണം കുഞ്ഞ് ഡെലിവറി ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ നിയോനറ്റോളജിസ്റ്റ് ഹാൻഡ് ഓവർ ചെയ്യും നമ്മൾ. അപ്പോൾ അവിടെ നമ്മൾ ലേബർ ഏരിയയിൽ എപ്പോഴും നമ്മൾ സൂട്ട് ലേബർ ഏരിയയിൽ നമ്മൾ ആക്ച്വലി എപ്പോഴും ധരിച്ചിട്ടാണ് ഡെലിവറി കണ്ടക്ട് ചെയ്യേണ്ടത്, ഡോക്ടേഴ്സ് ആണെങ്കിലും സിസ്റ്റേഴ്സ് ആണെങ്കിലും. അപ്പോൾ ഇവർക്കും അതുമാതിരി തന്നെ നമ്മൾ അതുമാതിരി എപ്പോഴും കൊടുക്കേണ്ടി വരും, അടുത്തിരുന്ന് സംസാരിക്കുമ്പോൾ ഏറെ നേരം സംസാരിക്കുകയാണെങ്കിൽ. അപ്പോൾ അണുബാധ യൂഷ്വലി ഇങ്ങനെ വൈറൽ ഇൻഫെക്ഷൻസ് ആണ്, എയർബോൺ ഇൻഫെക്ഷൻസ് ആണ് കിട്ടുന്നത്, അല്ലാതെയുള്ള ഇൻഫെക്ഷൻസ് അങ്ങനെ കിട്ടില്ല. ഒരു നോർമൽ ഡെലിവറിക്ക് അപ്പുറം സി സെക്ഷൻ പോലെയുള്ള ഓപ്പറേഷനുകളിൽ ഭർത്താവിനെയോ അടുത്ത ബന്ധുക്കളെയോ ഒപ്പം നിർത്തുന്നതിനുള്ള സാധ്യത എത്രത്തോളമാണ്? ഇതിന് എന്തെങ്കിലും പരിമിതികളുണ്ടോ? നോർമൽ ഡെലിവറിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ആക്ച്വലി യൂഷ്വലി ഹസ്ബൻഡ് അവരുടെ ഹെഡ് എൻഡിലാണ് നിൽക്കണമെങ്കിൽ ഓക്കെ, ഇറ്റ്സ് പക്ഷേ അവരോടും നമ്മൾ ധരിപ്പിക്കേണ്ടി വരും. രണ്ട് അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ഉണ്ട്. അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ കുട്ടി അവരുടെ ആ സ്ട്രഗിള് എത്ര ഹസ്ബൻഡ്സ് അങ്ങനെ അത് ടോളറേറ്റ് ചെയ്യുന്നറിയില്ല. രണ്ടാമത് നമ്മൾ അഥവാ ഇപ്പോൾ എന്തെങ്കിലും കുഞ്ഞ് ഡെലിവറി ചെയ്ത് ചിലപ്പം കോഡ് റൗണ്ട് ആയിരിക്കും, അല്ലെങ്കിൽ കുഞ്ഞ് വേഗം കരഞ്ഞില്ല എന്ന് കണ്ടാൽ അവർക്ക് മനസ്സിലാകാം നമ്മളുടെ ഡോക്ടേഴ്സിൻ്റെ കുറ്റം കൊണ്ടല്ല എന്ന് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ എപ്പോഴും ഇങ്ങനെ നിൽക്കുന്ന ഒരാൾക്ക് അവർക്കും കൂടെ ഒരു സപ്പോർട്ട് നമ്മൾ കൊടുക്കേണ്ടി വരും. അവർ തലകറങ്ങി വീഴാണെങ്കിലോ അല്ലെങ്കിൽ നമ്മൾ ഡോക്ടേഴ്സിൻ്റെ ഫ്രസ്ട്രേഷൻസ് കാണുമ്പോൾ അവർ പ്രതികരിക്കുകയാണെങ്കിലോ ഇങ്ങനെയൊക്കെ വരാനുള്ള സാധ്യതകളുണ്ടെന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കി ഇതെല്ലാം ഉൾക്കൊള്ളാണെങ്കിൽ അവർ ഡെലിവറി ഏരിയയിൽ നിർത്താം. അല്ലാന്നുണ്ടെങ്കിൽ സാധാരണ ഡെലിവറിയുടെ സമയമാകുമ്പോഴത്തേക്ക് കുറച്ച് നേരത്തേക്ക് ഒന്ന് മാറി നിൽക്കുക, കുഞ്ഞിനെ ഞങ്ങൾ അങ്ങോട്ട് തരാം എന്ന് അങ്ങനെ നമുക്ക് പറഞ്ഞ് അവർ മാറ്റിയിരുത്താം. അതെല്ലാം നിന്നേ പറ്റുമെന്നുണ്ടെങ്കിൽ നിൽക്കട്ടെ. അപ്പോൾ നമ്മൾ ആക്ച്വലി ഫീറ്റൽ ഹാർട്ട് ഇങ്ങനെ CTG മെഷീനിൽ കേട്ടോണ്ടേയിരിക്കും, കാണാം നമുക്ക് എത്ര റേറ്റ് ഉണ്ട്. ആൻഡ് ദെൻ ഡെലിവറി ആകുമ്പോഴത്തേക്ക് അഥവാ എവറിത്തിങ് ഹാപ്പി ആണെങ്കിൽ എല്ലാം ഹാപ്പി തന്നെ. പക്ഷേ എന്തെങ്കിലും ഒരു കാരണവശാൽ കുഞ്ഞ് കരഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ പറയുന്ന കണക്ക് ഡോക്ടേഴ്സിൻ്റെ കുറ്റം കൊണ്ടല്ല. അതുമാതിരി തന്നെ ഇൻസ്ട്രുമെൻ്റ് ഡെലിവറി എടുക്കുമ്പം ഇൻസ്ട്രുമെൻ്റ് ഡെലിവറി ഫെയിൽഡ് ആവുകയാണെങ്കിൽ ആ ഒരു എല്ലാ കാര്യങ്ങളും അവരെ ബോധവൽക്കരണം, അത് കഴിഞ്ഞിട്ട് അവർ നിർത്താൻ പാടുള്ളൂ. അല്ലെങ്കിൽ ചിലപ്പം ഡെലിവറി കഴിഞ്ഞാൽ ബ്ലീഡിങ് കൂടുതലുണ്ടാവും. അപ്പോൾ നമ്മൾ കോൾ ഫോർ ഹെൽപ്പ് പല ഡോക്ടേഴ്സ്, സീനിയർ ഡോക്ടേഴ്സ് ഒക്കെ വരേണ്ടി വരും. അങ്ങനെ ഇപ്പോൾ ഹൈ റിസ്ക് ആണെങ്കിൽ സാധാരണ അലോ ചെയ്യാറില്ല. ഹൈ റിസ്ക് നമ്മൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്യുകയാണെങ്കിൽ അവരെ ധരിപ്പിച്ച് മാറ്റിയിരുത്തുകയാണ് നല്ലത്. കാരണം ഹൈ റിസ്ക് അവർക്ക് അത്ര ഉൾക്കൊള്ളാനുള്ള കഴിവ് ഒരു റിലേറ്റീവിനുണ്ടാവില്ല. പക്ഷെ പേഷ്യൻറ്റിന്, ഗർഭിണിക്ക് ആ ഒരു സമയം അവരുടെ ഹസ്ബൻഡ് നിൽക്കണമെന്നുണ്ടെങ്കിൽ, അല്ലെ ഹസ്ബൻഡിൻ്റെ വൈഫിൻ്റെ ഡെലിവറിയുടെ സമയത്ത് നിൽക്കണം എന്ന് ശാഠ്യം പിടിക്കുന്നവരെ നമ്മൾ നിർത്താറുണ്ട്. പക്ഷേ ഇത്രയും പറഞ്ഞതിന് ശേഷം വേണം അവരെ നിർത്താൻ. കാരണം അവരെയും കൂടെ നോക്കാൻ ഒരാളെ കൂടെ നിർത്തേണ്ടി വരും. തിയേറ്ററിൽ സിസേറിയൻ ചെയ്യുമ്പോൾ ബന്ധുക്കളെ നിർത്താൻ പറ്റുമോ എന്നുള്ളതാണല്ലോ ഒരു സംശയമുള്ളത്. യൂഷ്വലി നമ്മൾ സ്റ്റെറൈൽ ഏരിയ ആണ് ഒന്ന് തിയേറ്റർ എന്ന് പറയുന്നത്. രണ്ടാമത് നമ്മൾ ഡെലിവറി നമ്മൾ യൂട്ടസിൽ ഇൻസിഷൻ ഇട്ട് ചിലപ്പം കുഞ്ഞിനെ എടുക്കുമ്പോഴത്തേക്ക് ചിലപ്പോൾ അഥവാ ബ്ലീഡിങ് കണ്ട തലകറങ്ങി വീഴുന്നവരുണ്ടാവും. അപ്പോൾ അത് അവരോട് പറഞ്ഞ് മനസ്സിലാക്കണം. ഇപ്പോൾ വെസ്റ്റേൺ കൺട്രീസിലൊക്കെ റിലേറ്റീവ്സിന് അല്ലെങ്കിൽ ഡോക്ടേഴ്സ് പറഞ്ഞിട്ടുണ്ട് അവരെ കയറണമെങ്കിൽ കയറാം, റിലേറ്റീവ്സ് ഡോക്ടേഴ്സ് അല്ലെങ്കിൽ ഹസ്ബൻഡിന് റിലേറ്റീവ്സ് ഡോക്ടർ അല്ലെങ്കിൽ നിൽക്കാം. പക്ഷേ അവിടെ ഒന്ന് ആലോചിക്കണം, അവിടെ ഒരു മിഡ് വൈഫാണ് ആ ഡെലിവറിയുടെ ഫുള്ള് വരെ കാണുന്നത്. ആ സിസേറിയൻ വേണമെന്ന് കുഞ്ഞ് വരുന്നില്ല എന്ന് ആ മിഡ് വൈഫ് അറിയിക്കുമ്പോഴാണ് ഡോക്ടർ വരുന്നുള്ളൂ. ആ ഡോക്ടർ വരുമ്പോൾ അപ്പോൾ അവർ അവിടെ ആ ഒരു ബൈസ്റ്റാൻഡർ കൂടെ നിർത്താറുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. നമ്മളുടെ ഇവിടെ അങ്ങനെ ഇതുവരെ ബൈസ്റ്റാൻഡർ നിർത്തിയിട്ടില്ല. നമ്മൾ യൂഷ്വലി വളരെ വളരെ അപൂർവമുണ്ട്. ഇപ്പോൾ ഡോക്ടേഴ്സ് ആണെങ്കിൽ എനിക്ക് കൂടെ നിന്നോട്ടേന്ന് ചോദിക്കാം. സാമാന്യ രീതിയിൽ സാധ്യം വരും. നമ്മളുടെ ഒരു കൾച്ചറിൻ്റെയും നമ്മളുടെ ഒരു രീതി അനുസരിച്ച് അവർ സാധാരണ രീതിയിൽ തിയേറ്ററിൽ നിൽക്കണമെന്ന് ചോദിക്കാറില്ല. ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ നിർത്തണമെങ്കിൽ അവരും നമ്മളെ കണക്ക് ലേബർ നമ്മൾ വാഷ് ചെയ്ത് തോറ്റി ഡ്രസ്സ് ഇട്ട് തന്നെ അവരവിടെ നിൽക്കേണ്ടി വരും. പ്രിയപ്പെട്ടവരുടെ കരുതലുകൾക്കും ആശ്വാസവാക്കുകൾക്കും നടുവിൽ പുതിയ തലമുറയ്ക്ക് ജന്മം നൽകുമ്പോൾ ഒരു സ്ത്രീ അനുഭവിക്കുന്ന സന്തോഷം അത് ചെറുതല്ലെന്ന് പറയേണ്ടതില്ലല്ലോ. എന്നാൽ പണമുള്ളവർക്ക് മാത്രമാണ് ഇത്തരം സൗകര്യങ്ങൾ ലഭ്യമാവുക എന്നതാണ് മറുവശത്തെ അഭിപ്രായം. കുറഞ്ഞ ചെലവിൽ എല്ലാവർക്കും പ്രാപ്യമായ രീതിയിൽ ഈ സൗകര്യങ്ങൾ ഒരുക്കുകയാണെങ്കിൽ അത് കുറച്ചുകൂടി ഫലപ്രദമാകില്ലേ?